അപ്പോൾ നാളെ രാവിലെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. രാവിലെ എനിക്ക് മദ്രസയിൽ പോയി ഇറങ്ങിയതാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എന്നും രാവിലെ ഇതേ സമയത്ത് രാവിലെ 5:45 അവിടെ വന്നിട്ടുണ്ടാവും. ഫുഡ് കൊടുക്കാതെ അവിടെ നിന്ന് മാറിപ്പോയില്ല. അതുപോലെ തന്നെ ആ ഡോർ തുറന്ന് ഒരാൾക്ക് പുറത്തേക്ക് വരാനും പറ്റും. അങ്ങനെ അവനെ അവിടെ നാട്ടിൽ വിട്ടിട്ട് നേരെ പോയി വണ്ടി സ്റ്റാർട്ടാക്കി. ആകെ അന്ന് ഫുള്ള് സമയം വൈകി. ഞാൻ എണീക്കാൻ വൈകിപ്പോയി. മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. സൂര്യൻ അതാവേ കർത്താവിത എഴുന്നള്ളുന്നു. അവൻ ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. ലൈറ്റ് അഫക്റ്റ് സൺലൈറ്റ് ഉണ്ടോ, മഞ്ഞ മുഖത്തടിയുന്നുണ്ടോ, മഞ്ഞ പ്രകാശം. ഒരു 100 വാൾട്ടിന്റെ ബൾബ് നമ്മുടെ കണ്ണിൽ കടിച്ച് എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ഈ തണുപ്പ് കാലം തുടങ്ങിയുള്ള പ്രശ്നം. സൂര്യൻ കണ്ണി കടിച്ചിട്ട് ഒരു വസ്തു കാണില്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ മദ്രസ വിട്ട് വന്നിട്ട് നേരെ ഷമീർ ഖാനായി പോയി. ഷമീർ ഖാനായി പോയി ഒരു കട്ടൻ കാപ്പി കുടിക്കില്ല, അത് മസ്റ്റാണ്. നേരെ കട്ടൻ കാപ്പിയും മേടിച്ചൊരു കുബൂസിൽ മറ്റേ ഓംലെറ്റ് ചുട്ടിട്ടൊരു സംഭവം ഉണ്ടാകും, അതും വാങ്ങിച്ച് കഴിച്ചു. ആരും എന്റെ വയറിലേക്ക് നോക്കരുത്. ഞാൻ അമിതമായി ഫുഡ് കഴിക്കാത്തൊരു വ്യക്തിയാണ്. മിതമായേ ഫുഡ് കഴിക്കാറുള്ളൂ. പക്ഷെ എങ്ങനെ ആ വയറ് വന്നെന്ന് എനിക്കറിയില്ല. പാരമ്പര്യമാണ് തോന്നുന്നത്. ഈ ആനന്റെ തുമ്പിക്കൈ പോലെ നിൽക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായാ? അവിടെ ഒരു വാർപ്പ് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് പറഞ്ഞാൽ ഒരു 20 ആള് വാർപ്പിനുണ്ടാവും. ബിരിയാണി വെക്കണം, എന്തൊക്കെ വെക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വണ്ടി നിർത്തി, ഇനി നമുക്ക് ഉറങ്ങാം. ഉറക്കണം മെയിൻ, ഉറക്കം കഴിഞ്ഞിട്ടുള്ള ബാക്കി. അങ്ങനെ രാവിലത്തെ ഉറക്കമൊക്കെ ആയിട്ട് നേരെ വണ്ടി എടുത്തു മദ്രസയ്ക്ക് വിളിക്കാൻ പോയി. ഒരു 1:10 വണ്ടി എടുത്ത് നേരെ പോയി മദ്രസയിൽ പോയി വിളിച്ചതിന് വന്ന ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് റസാക്ക പോണതിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. അപ്പോൾ നാളെ രാവിലെ 1:30 സലാം വരില്ലേ കോഴിക്കോട്. നാട്ടിൽ മാസം ഉണ്ടാവും. ഇക്കാൻ്റെ ആ മുഖത്തത്തെ സന്തോഷം കണ്ടില്ലേ? സംഭവം വന്നിട്ട് ഇപ്പോൾ 9 മാസം ആയിട്ടുള്ളൂ. എന്നാലും ഇക്കാക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പെട്ടെന്നുള്ള ലീവായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് പോക്കാണ്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഒരു പുസ്തക മാളിലേക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടേക്ക് പോയി. സംഭവം ചെറിയ മാളല്ല, 14 ഗേറ്റ് ഉണ്ട്. ചെറുതല്ല, കാണുമ്പോൾ ചെറുതാണ്, അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.